അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബാദത്ത് ബിനു സ്വാമിദി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ശരിയായ രീതിയിൽ അംഗശുദ്ധി വരുത്തുകയും ശേഷം നമസ്കാരത്തിനായി നിൽക്കുകയും അതിലെ റുകൂ, സുജൂദ്, ഖുർആൻ പാരായണം എന്നിവ തികവോടെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ആ നമസ്കാരം അവനോട് പറയും, നീ എന്നെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നീട് വെളിച്ചവും പ്രകാശവുമായി വാനലോകത്തേക്ക് അത് ഉയർത്തപ്പെടും. ആകാശ കവാടങ്ങൾ അതിനായി തുറക്കപ്പെടും. എന്നാൽ ഒരാൾ പൂർണ്ണമായ തോതിൽ അംഗശുദ്ധി വരുത്താതിരിക്കുകയും റുകൂഅ്, സുജൂദ്, ഖുർആൻ പാരായണം തുടങ്ങിയവ തികവോടെ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ നമസ്കാരം അവനോട് പറയും, എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കട്ടെ. തുടർന്ന് കറുത്തിരുണ്ട നിലയിൽ ആകാശ ലോകത്തേക്ക് അതുയർത്തപ്പെടും. ആകാശ കവാടങ്ങൾ അതിനു നേരെ കൊട്ടിയടക്കപ്പെടുന്നതാണ്. പിന്നീട് പഴയ വസ്ത്രം ചുരുട്ടി എറിയുന്നതുപോലെ നമസ്കാരക്കാരൻ്റെ മുഖത്തേക്കു തന്നെ ആ നമസ്കാരം വലിച്ചെറിയപ്പെടും. നമസ്കാരം അടിമ അള്ളാഹുമായി നടത്തുന്ന സ്വകാര്യ സംഭാഷണമാണ്. കൃത്യമായ നിഷ്ഠയോടും പൂർണ്ണതയോടും കൂടി വേണം അത് നിർവഹിക്കാൻ. അശ്രദ്ധമായ ശരീരചേഷ്ടകളോടും അലസ മനസ്സോടും കൂടി നമസ്കാരം അത് നിർവഹിക്കുന്ന വ്യക്തികൾക്കു തന്നെ ദോഷമാണ് വരുത്തിവെക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പകരം അവൻ്റെ കോപവും അപ്രീതിയുമായിരിക്കും അപ്പോൾ നമസ്കാരക്കാരന് ലഭിക്കുക. ഈ വസ്തുതയാണ് മുകളിൽ ഉദ്ധരിച്ച പ്രവാചക വചനം അതീവ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. സർവ്വസ്രഷ്ടാവായ രാജതമ്പുരാൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്നും തൻ്റെ കർമ്മങ്ങൾ അവൻ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നുമുള്ള ഉത്തമ ബോധ്യമാണ് നമസ്കരിക്കുന്നവനിൽ ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ മാത്രമേ നമസ്കാരത്തിനായി ചെയ്യുന്ന അംഗശുദ്ധി മുതൽ റുകൂഅ്, സുജൂദ്, ഖുർആൻ പാരായണം തുടങ്ങിയ സകല കർമ്മങ്ങളും ഭക്തി നിർഭരവും തികവുറ്റതുമാവുകയുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിനായി എഴുന്നേറ്റു നിന്നാൽ തൻ്റെ നാഥനുമായി സംഭാഷണം നടത്തുന്നതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എഴുന്നേറ്റു നിന്നിട്ടുള്ളത്. അതിനാൽ എങ്ങനെയാണ് തൻ്റെ രക്ഷിതാവുമായി താൻ സംഭാഷണം നടത്തുന്നതെന്ന് ഓരോരുത്തരും സ്വയം ആലോചിച്ചു കൊള്ളട്ടെ. നമസ്കാരത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ കർമ്മങ്ങളും തികഞ്ഞ മനസ്സാന്നിധ്യത്തോടും പൂർണ്ണമായ അച്ചടക്കത്തോടും കൂടിയാണ് നിർവഹിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു, ഒരു മുസ്ലിമിന് നിർബന്ധ നമസ്കാരത്തിന് സമയമാവുകയും അവൻ ഭംഗിയായി വുളു എടുക്കുകയും നമസ്കാരത്തിലെ ഭക്തിയും റുകൂഉം പൂർണ്ണതയോടെ അനുഷ്ഠിക്കുകയും ചെയ്തു. വൻ പാപങ്ങൾ അവൻ പ്രവർത്തിച്ചിട്ടില്ലതാനും. എങ്കിൽ തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ആ നമസ്കാരം പ്രായശ്ചിത്തമായി തീരുന്നതാണ്. റുകൂഉം സുജൂദും കൃത്യമായി നിർവഹിക്കാതെ ധൃതിയിൽ നമസ്കാരം നിർവഹിച്ചോടുന്നതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായ മോഷണം നടത്തുന്നവൻ തൻ്റെ നമസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുന്നവനാണ്. അനുചരന്മാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് നമസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റുകൂഉം സുജൂദും പൂർണ്ണമായി നിർവഹിക്കാതിരിക്കലാണത്. ഒരിക്കൽ ഈ രീതിയിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണാനിടയായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രീതിയിലാണ് ഇയാൾ മരണപ്പെടുന്നതെങ്കിൽ നിശ്ചയം മുഹമ്മദിൻ്റെ മാർഗത്തിലായിരിക്കുകയില്ല ഇയാളുടെ മരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു പ്രവാചക വചനം ഇങ്ങനെയാണ്, ഒരാൾ 60 വർഷക്കാലം നമസ്കാരം നിർവഹിക്കും, എന്നാൽ അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് ഒന്നുപോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. കാരണം റുകൂഅ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സുജൂദ് അവൻ പൂർത്തിയാക്കുകയില്ല. സുജൂദ് നല്ല രീതിയിൽ ചെയ്താൽ റുകൂഉം പൂർത്തീകരിക്കുകയില്ല. ആകാശ കവാടങ്ങൾ ആ നമസ്കാരങ്ങൾക്കായി തുറക്കപ്പെടുകയില്ല എന്നതിനർത്ഥം ഒരു കാരണവശാലും അള്ളാഹു അവ സ്വീകരിക്കുകയില്ല എന്നതാണ്. ഒരു പഴന്തുണിയുടെ വില മാത്രമേ അള്ളാഹുവിൻ്റെ കണ്ണിൽ അതിനുണ്ടാവുകയുള്ളൂ. പഴയ വസ്ത്രം ചുരുട്ടി എറിയുന്നത് പോലെ ഉടമസ്ഥൻ്റെ മുഖത്തേക്കു തന്നെ അത് വലിച്ചെറിയപ്പെടും. എന്നാൽ കർമ്മങ്ങൾ തികവോടെ അനുഷ്ഠിക്കുകയും ഭക്തിയോടെ നിർവഹിക്കുകയും ചെയ്തവൻ്റെ നമസ്കാരം വെളിച്ചവും പ്രകാശവുമായി വാനലോകത്തേക്ക് ഉയർന്നു പൊങ്ങും. ആകാശ കവാടങ്ങൾ അതിനായി മലർക്കെ തുറക്കപ്പെടും. നമസ്കാരക്കാരനു വേണ്ടി അത് അള്ളാഹുവിനോട്
ശുപാർശ പറഞ്ഞുകൊണ്ടിരിക്കും. കർമ്മങ്ങളെ അവ എത്ര ചെറുതായാലും നിസ്സാരഭാവത്തിൽ കാണരുതെന്നും പൂർണ്ണമായ തികവോടും അച്ചടക്കത്തോടും കൂടി വേണം അവ നിർവഹിക്കപ്പെടാനുമെന്നുമാണ് ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത്. നമസ്കാരം ഭക്തിനിർഭരവും പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലാർഹവുമായി തീരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു ഉപദേശം ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിനായി നിന്നാൽ ഐഹിക ലോകത്തു നിന്നും പിരിഞ്ഞു പോകുന്നവനെപ്പോലെ നമസ്കരിക്കുക. ഇതിനുശേഷം ഇനി ഒരിക്കലും തനിക്ക് നമസ്കരിക്കാൻ അവസരം ലഭിക്കുകയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. ഞാൻ നമസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അവിടുത്തെ നമസ്കാരം സദ്ഗുണസമ്പൂർണ്ണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ച അനുചരന്മാരോട് അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ദൈർഘ്യത്തെക്കുറിച്ചും നീ എന്നോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. നമസ്കാരത്തിന് സമയമായാൽ സന്തോഷാധിക്യത്താൽ പ്രവാചകൻ്റെ മുഖം വിടരാറുണ്ടായിരുന്നു. ബിലാൽ, ഞങ്ങൾക്ക് ആനന്ദം നൽകൂ, ഞങ്ങൾക്ക് ആനന്ദം നൽകൂ എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാനുള്ള കൽപ്പനയായിരുന്നു അത്. നമസ്കാരത്തിൽ പ്രവേശിച്ചാലാവട്ടെ വർദ്ധിച്ച ഭയഭക്തി കാരണം അടുപ്പത്ത് വെച്ച പാത്രം തേങ്ങി വേങ്ങി കരയാറുണ്ടായിരുന്നു റസൂൽ. പണ്ഡിതനായ ഹാത്തിമുൽ അസ്വമിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾ എപ്രകാരമാണ് നിസ്കരിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിന് സമയമായാൽ പൂർണ്ണമായ വുളു എടുത്ത് നമസ്കാര സ്ഥലത്ത് ഞാൻ ഹാജരാകും. പിന്നീട് എൻ്റെ അവയവങ്ങളെല്ലാം ശാന്തമാകുന്നതുവരെ അല്പനേരം വിശ്രമിക്കും. ശേഷം നമസ്കാരത്തിനായി ഞാൻ എഴുന്നേൽക്കും. അന്നേരം കഅബ എൻ്റെ കൺപുരികങ്ങൾക്കിടയിൽ വന്നു നിൽക്കുന്നതായി ഞാൻ സങ്കല്പിക്കും. സ്വർഗം എൻ്റെ വലതുഭാഗത്തും നരകം എൻ്റെ ഇടതുഭാഗത്തും സ്ഥിതി ചെയ്യുന്നതായി ഞാൻ കരുതും. നരകത്തിന് കുറുകെയുള്ള പാലത്തിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ മരണത്തിൻ്റെ മാലാഖ ജീവൻ പിടികൂടുന്നതിനു വേണ്ടി കാത്തു നിൽക്കുന്നതായി ഞാൻ കാണും. എൻ്റെ അവസാനത്തെ നമസ്കാരമാണിതെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്രകാരം വർദ്ധിച്ച ഭയത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഞാൻ നമസ്കാരം നിർവഹിക്കാറുള്ളത്. എങ്കിലും എൻ്റെ നമസ്കാരങ്ങൾ അള്ളാഹു യഥാവധി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് ഞാനിപ്പോഴും. ഇനിയും ഇതുപോലുള്ള ഹദീസുകൾ കേൾക്കുന്നതിനു വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.